welcome to PEPP. So today I'm here with the CUT 2024 biology syllabus. So as you all know, like next year നമുക്ക് CUT 2024 ആണ്. സോ ആദ്യം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫേസ്റ്റ്ലി നമ്മൾ ആദ്യം തന്നെ ഫുൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് സിലബസ് ആണ്. നമുക്ക് സിലബസ് എന്തെല്ലാം എന്ന് കറക്റ്റായിട്ട് അറിയണം. ബിക്കോസ് +2 സിലബസ് ഇസ് ഡിഫറെൻറ്റ്, CUT syllabus is different, not entirely different, but ചില പാർട്സ് ഒക്കെ അവിടെയും ഇവിടെയും there are differences. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിലബസ് കംപ്ലീറ്റ്ലി അറിയണം. ലൈക്ക് വിച്ച് ഓൾ പാർട്സ് ആർ കമ്മിങ്, വിച്ച് ഓൾ ആർ നോട്ട് ദെയർ. ലൈക്ക് ലിറ്ററലി you should be very clearly aware of the syllabus. So firstly നമ്മളിവിടെ ബയോളജി സിലബസ് ആണ് പറയുന്നത്. So for that, like we have around 16 chapters in biology, which is included in 5 units. 5 യൂണിറ്റിലായിട്ടാണുള്ളത് 16 ചാപ്റ്റേഴ്സ്. സോ ഈ 16 ചാപ്റ്റേഴ്സിൽ നിന്ന് അഥവാ ഈ 5 യൂണിറ്റിൽ നിന്ന് ഏതെല്ലാം പോർഷൻസ് ആണ് നമ്മളുടെ CUT 2024 ബയോളജിയിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ ഈ സെഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റ് ആണ് റീപ്രൊഡക്ഷൻ എന്ന യൂണിറ്റിൽ തന്നെ 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, second one is sexual reproduction in flowering plants, third one is human reproduction, and fourth one is reproductive health. അതിൽ reproduction in organism and reproductive health human reproduction and reproductive health is a very small chapter. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വെരി സ്മോൾ ചാപ്റ്റർ ഓൾസോ. ആൻഡ് ഫ്രം ദാറ്റ് നമുക്ക് വരാവുന്ന സിമ്പിൾ ടോപ്പിക്സ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരും. ഓക്കെ, വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് for the exam. So ഈ യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് റീപ്രൊഡക്ഷൻ ഓർഗാനിസം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം വിച്ച് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ബയോളജി, +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ ഏതൊക്കെയാണ് നമ്മളുടെ CUT സിലബസിൽ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത് 2 ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഒന്നെന്താണ് എസെക്ഷലുമാണ്, ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനുമാണ്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 5 മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ 5 മോഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ബൈനറി ഫിഷൻ, സ്പോറുലേഷൻ, ബഡിങ്, ഗമ്യൂൾ, ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പ്ലാന്റ്സിൽ മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ വിച്ച് ഇസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ദ യൂണിറ്റ്, ദാറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ നമുക്ക് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് +2 എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഫ്ലവർ സ്ട്രക്ചർ. ഐദർ ഫ്ലവർ സ്ട്രക്ചർ ഓർ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഒരു ഡയഗ്രാം എന്തായാലും ചോദിക്കും. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമീറ്റ് ഓർ ഗെമീറ്റോഫൈറ്റ്സ്. പിന്നെ പോളിനേഷൻ്റെ ടൈപ്സ്, ഏജൻസീസ് ലൈക്ക് എയർ ആണോ വാട്ടർ ആണോ അങ്ങനത്തെ ഏജൻസീസ്. പിന്നെ എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ CUT എൻട്രൻസ് എക്സാം ഓൾസോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് അവർ 4-5 ഓപ്ഷൻ തന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും ഇത് ഏതിൻ്റെ എക്സാമ്പിളാണ്. സോ എക്സാമ്പിൾസ് 1, 2, 3 എല്ലാത്തിനും പഠിച്ചു വെക്കൽ, സിമ്പിൾ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ മതി, ബട്ട് പഠിച്ചു വെക്കൽ നല്ലതായിരിക്കും. പിന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്, അതെന്ന് വെച്ചാൽ പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, അതാണ് പഠിക്കാനുള്ളത്. പിന്നെ തേർഡ് ചാപ്റ്റർ ഓഫ് ദ യൂണിറ്റ്, തേർഡ് ചാപ്റ്റർ ഇൻ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാൻ ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. പിന്നെ മൈക്രോസ്കോപ്പിക് അനാട്ടമി ഓഫ് ടെസ്റ്റിസ് ആൻഡ് ഓവറി. പിന്നെ ഗെമീറ്റോജെനിസിസിൽ നമുക്ക് 2 പഠിക്കാനുണ്ട്. ഒന്ന് സ്പെർമാറ്റോജെനിസിസ് ഫോർ മെയിൽസ് ആൻഡ് ഊജെനിസിസ് ഫോർ ഫീമെയിൽ. പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ, ഫെർട്ടിലൈസേഷൻ, എംബ്രിയോ ഡെവലപ്മെൻറ്റ് അപ് ടു ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ, ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി, പ്ലാസെൻഡ ഫോർമേഷൻ, ലാക്ടേഷൻ ആൻഡ് പാർച്ചുറേഷൻ. സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് നീഡ് ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതായത് ഒരു ബെസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയുള്ള നീഡ്സ് ഫോർ ബോത്ത് വിമൻ ആൻഡ് ചൈൽഡ്. പിന്നെ പ്രിവെൻഷൻ ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. STD ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ +2 ആസ് വെൽ ആസ് എൻട്രൻസ് എക്സാം. കാരണം കുറേ പ്രാവശ്യം ലാസ്റ്റ് ഇയർ CUT പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും STDനെ കുറിച്ച് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബർത്ത് കൺട്രോൾ, ദാറ്റ് ഈസ് നീഡ്സ് ആൻഡ് മെത്തേഡ്, കോൺട്രാസെപ്ഷൻ.
പിന്നെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വിച്ച് ഇസ് MTP. Amino synthesis is very important for +2 exam. Amino synthesis is very important. പിന്നെ infertility and assisted reproductive technology. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് IVF ആൻഡ് SIFT. ഈ IVF അല്ലെങ്കിൽ IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, SIFT. ഓക്കെ, SIFT, ഗിഫ്റ്റ്, IVF ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. പിന്നെ രണ്ടാമത്തതാണ് യൂണിറ്റ് 2, ദാറ്റ് ഈസ് genetics and evolution. Genetics and evolution is a very important chapter for +2 as well as entrance exam. +2 ബയോളജിയിലെ വൺ ഓഫ് ദ കോർ യൂണിറ്റ് എന്ന് വേണം പറയാൻ ജെനറ്റിക്സിനെ കുറിച്ച്. വലിയ വലിയ ഒരു ചാപ്റ്റർ ഉള്ള ഒരു യൂണിറ്റ് ആണ്. കുറേ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് പോയിൻറ്റ്സ് ഉള്ള ചാപ്റ്ററാണ്. അപ്പം അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, സെക്കൻഡ് ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. വെരി ലെങ്തി ചാപ്റ്റർ ആസ് വെൽ ആസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. പിന്നെ എവല്യൂഷൻ. 3 ചാപ്റ്റേഴ്സാണ് യൂണിറ്റ് 2 വരുന്നത്. അതിൽ യൂണിറ്റ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷനിൽ വരുന്നത് മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ്, പിന്നെ ഡീവിയേഷൻ ഫ്രം മെൻ്റലിസം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നമ്മൾ XY വെച്ചിട്ട് കുറേ ഗ്രാഫ് പോലൊക്കെ പഠിക്കുന്ന സാധനം. പിന്നെ കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലിലീസ്, ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ ലിയോട്രോഫി, എലമെൻ്ററി ഐഡിയ ഓഫ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, ക്രോമസോംസ് ആൻഡ് ജീൻസ്. പിന്നെ ഉള്ളത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷനിൽ അടുത്തതാണ് സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷൻ എന്തിലൊക്കെയാണ് വേണ്ടത്? ഹ്യൂമൻസിലെ സെക്സ് ഡിറ്റർമിനേഷൻ ആരാണ്? മെയിൽസ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫീമെയിൽ ഇറ്റ്സ് ഫോർ ബോത്ത് ഗമേറ്റും എക്സും ആണ്. മെയിൽസിലാവുമ്പം എക്സും വൈ ആണ്. അപ്പം XY എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാപ്പ് പോലെയൊക്കെ വരച്ചത് ഓർമ്മ ഉണ്ടല്ലോ. അപ്പം അതൊക്കെയാണ് മെയിൻലി ഹ്യൂമൻസ്. ബേർഡ്സിലുള്ളത് വേണം ഹണി ബി. പിന്നെ ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ. പിന്നെ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. പിന്നെ മെൻഡീലിയൻ ഡിസോർഡർ ഇൻ ഹ്യൂമൻസ്, തലസെമിയ, ക്രോമസോമൽ ഡിസോർഡർ ഇൻ ഹ്യൂമൻസ്. പിന്നെ 3 സിൻഡ്രോം പഠിക്കാണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. 3 സിൻഡ്രോം എന്തായാലും ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം, ടേണേഴ്സ് സിൻഡ്രോം ആൻഡ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. 3ഉം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാച്ച് ചെയ്യാൻ വരെ ചോദിക്കാറുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് +2 ആൻഡ് എൻട്രൻസ്. പിന്നെ very important chapter and lengthy chapter of +2 biology, that is molecular basis of inheritance. geneticsile very important chapter ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ ആൻഡ് DNA as a genetic material. പിന്നെ സ്ട്രക്ചർ ഓഫ് DNA and RNA, DNA പാക്കേജിങ്, DNA replication, central dogma, transcription, genetic code, translation, gene expression, regulation, lack of ആണ് gene regulation and expression, genome and human genome project and DNA fingerprinting. DNA fingerprinting is a very important topic. പിന്നെ അടുത്ത ചാപ്റ്റർ ആണ് എവല്യൂഷൻ. അതിൽ ഒറിജിൻ ഓഫ് ലൈഫ് ഉണ്ട്, ബയോളജിക്കൽ എവല്യൂഷൻ, എവിഡൻസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. അതിൽ കമ്പാരറ്റീവ് അനോട്ടമി, എംബ്രിയോളജി ആൻഡ് മോളിക്യുലാർ എവിഡൻസ്. പിന്നെ ഡാർവിൻസ് കോൺട്രിബ്യൂഷൻ. പിന്നെ യൂണിറ്റ് 3യിൽ 3 ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. ആ ഒരു 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഹെൽത്ത് ആൻഡ് ഡിസീസ് വരുന്നുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. 3 ചാപ്റ്ററിലും ഹെൽത്ത് ആൻഡ് ഡിസീസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേംസ് ഒക്കെ വരുന്ന ചാപ്റ്ററാണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇസ് എ വെരി ബേസിക് ചാപ്റ്റർ. ബേസിക് കാര്യങ്ങളാണ് ഫുഡ് പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ ഉള്ള, ക്രോപ്സ് ആൻഡ് വെരി ബേസിക് തിങ്സ്. സോ ദാറ്റ്സ് എൻ ഈസി ചാപ്റ്റർ. ആൻഡ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ഒബ്വിയസ്ലി നമ്മൾ പണ്ട് പഠിച്ച കുറേ ഡിസീസസിൻ്റെ നെയിംസും അങ്ങനത്തെ വെരി സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, അതിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ പാത്തജൻസിനെ കുറിച്ച് പഠിക്കണം. പിന്നെ പാരസൈറ്റ്സ് കോസിങ് ഹ്യൂമൻ ഡിസീസ് ഉണ്ടാകുന്ന പാരസൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ മലേറിയ, അങ്ങനത്തെ സാധനങ്ങൾ പാരസൈറ്റ്സ്. മലേറിയ, ഫിലാരിസിസ്, അസ്കാരിസിസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, അമീബിയാസിസ്, റിംഗ് വേം, ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരസൈറ്റ്സ് ഹ്യൂമൻസിന് ഡിസീസ് കോസ് ചെയ്യാനുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ ഉള്ളത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇമ്മ്യൂണോളജി, ദാറ്റ് ഈസ് വാക്സിൻ, ക്യാൻസർ, HIV ആൻഡ് എയ്ഡ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് 2 ടോപ്പിക്സ്, HIV-ഉം എയ്ഡ്സും. പിന്നെ അഡോളസൻസ്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്.
പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. വെരി ബേസിക് ചാപ്റ്റർ, ഈസി ചാപ്റ്റർ ആണ്. ദാറ്റ് ഇസ് പ്ലാന്റ് ബ്രീഡിംഗ്, ടിഷ്യൂ കൾച്ചർ, സിംഗിൾ സെൽ പ്രോട്ടീൻ, ബയോഫോർട്ടിഫിക്കേഷൻ, apiculture and animal husbandry. Next one is microbes in human welfare, in household food processing, industrial production, sewage treatment, energy generation and as biocontrol agents and biofertilizers. Next is unit 4, that is fourth unit, biotechnology and its application. Important to രണ്ട് chapters ആണ് biotechnology, that is principle and process of biotechnology and application of biotechnology in health and agriculture. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസസ് ഓഫ് ബയോടെക്നോളജിയിൽ ഒറ്റ ടോപ്പിക്കേ പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ദാറ്റ് ഈസ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ +2 ആൻഡ് എൻട്രൻസ് എക്സാം. ഒറ്റ ടോപ്പിക്കേ CUT പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചറിൽ ഹ്യൂമൻ ഇൻസുലിൻ, വാക്സിൻ പ്രൊഡക്ഷൻ, ജീൻ തെറപ്പി, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. അത് ഒറ്റ ക്രോപ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് BT ക്രോപ്പ്, ബാസിലസ് തുറിഞ്ചിയൻസിസ് ക്രോപ്സ്, BT കോട്ടൺ, അതാണ് പഠിക്കാനുള്ളത്. ട്രാൻസ്ജെനിക് ആനിമൽസ്, ബയോസേഫ്റ്റി ഇഷ്യൂസ്, ബയോപൈറസി ആൻഡ് പെഗ്നൻസ്. ഫിഫ്ത്ത് യൂണിറ്റ് വിച്ച് ഇസ് എ ലാസ്റ്റ് യൂണിറ്റ്, അത് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ആണ് യൂണിറ്റിൻ്റെ പേര്. അതിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, that is organisms and environment, ecosystem, biodiversity and its conservation and environmental issues. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് organism and environment is an important chapter. റെസ്റ്റ് 3 ചാപ്റ്ററും വെരി ബേസിക് ചാപ്റ്റേഴ്സ് ആണ്. ലൈക്ക് ലിറ്ററലി നോട്ട്സ് വെച്ച് പോയിട്ട് എക്സാം എഴുതിയാലും മാർക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സ് ആണ്, വെരി ഈസി ചാപ്റ്റേഴ്സ്. അതിൽ ഓർഗാനിസംസ് ആൻഡ് എൻവയോൺമെൻറ്റിൽ പഠിക്കാനുള്ളത് പോപ്പുലേഷൻ ആൻഡ് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ, പിന്നെ പോപ്പുലേഷൻ ഇൻട്രാക്ഷനിൽ 4 ടോപ്പിക് പഠിക്കാറുണ്ട്. മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പ്രെഡേഷൻ ആൻഡ് പാരസൈറ്റിസം. പിന്നെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ ഗ്രോത്ത്, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, പിന്നെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഈക്കോസിസ്റ്റത്തിൽ പഠിക്കാനുള്ളത് പാറ്റേൺസ്, കോമ്പണൻസ്, ദാറ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, പിരമിഡ്സ് ഓഫ് നമ്പേഴ്സ്, ബയോമാസ് ആൻഡ് എനർജി, പിന്നെ കാർബൺ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കാർബൺ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ. 2 സൈക്കിളേ പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് കാർബൺ സൈക്കിൾ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ. പിന്നെ ഇക്കോളജിക്കൽ സക്സഷൻ, ഇക്കോളജിക്കൽ സർവീസസ്, ദാറ്റ് ഈസ് കാർബൺ ഫിക്സേഷൻ, പോളിനേഷൻ ആൻഡ് ഓക്സിജൻ റിലീസ്. Biodiversity and its conservation, that is concept of biodiversity, patterns of biodiversity, importance of biodiversity, loss of biodiversity and biodiversity conservation. Biodiversity conservation il 3 topics are പഠിക്കാനുള്ളത്, that is hotspots, endangered organisms and extinction. പിന്നെ red data book, that is biosphere reserves, national parks and sanctuaries. നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ് 2-3 നാഷണൽ പാർക്സ് ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അതിൽ പഠിക്കാനുള്ളത് എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ, ആഗ്രോ കെമിക്കൽസ് ആൻഡ് ദെയർ ഇഫക്ട്സ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, ഇതാണ് മെയിൻലി പഠിക്കാനുള്ളത്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഇസ് വെരി സിമ്പിൾ ചാപ്റ്റർ. ലൈക്ക് ലിറ്ററലി എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ കുറിച്ച് എഴുതാറുള്ളത്. ആൻഡ് സെയിം ഫോർ എൻട്രൻസ് എക്സാം ഓൾസോ, നോട്ട് വെരി ബിഗ് ക്വസ്റ്റ്യൻസ് ആസ്ക് ഫ്രം ദിസ്, നോട്ട് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ്, വെരി സിമ്പിൾ. ഗ്രീൻ ഹൗസ് എഫക്റ്റ്, വാട്ട് ഇസ് ഓസോൺ ഡിപ്ലീഷൻ, എക്സാമ്പിൾസ്, deforestation, all those things are asked. And yeah, so these are the syllabus for the biology 2024 CUT. So ആദ്യം തന്നെ എല്ലാവരും സിലബസ് നല്ലോണം നോക്കിയിട്ട് തന്നെ പഠിക്കാനിരിക്കുക. And all the best, wish you a very best, and till then, bye bye.